ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയും ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ചിക്കൻ പാർട്സ് കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനാവശ്യമായ ചിക്കൻ പാർട്സ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള 3 എണ്ണം, 2 തക്കാളി, പിന്നെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പാർട്സ് നുറുക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കഴുകിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. പിന്നെ സവാള അരിഞ്ഞ് നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ച് 3 പച്ചമുളക് മാറ്റി വെച്ച്, ഇഞ്ചി, വെളുത്തുള്ളി, 4 പച്ചമുളക് കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചിട്ട് വരാം നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് കുറച്ച് പച്ചമുളക് എടുത്തിട്ട്, ഒരു 5-6 പച്ചമുളക് എടുത്തിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെ കൂടെ ചതക്കണുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിലാക്കണ്ട, ഒന്ന് ചെറുതായിട്ട് ചതച്ചാൽ മതി. ഇഞ്ചി ഇങ്ങനെ വലുതാക്കി ഇടണ്ട, നുറുക്കിയിടണം, എന്നെങ്കിലേ അത് അരഞ്ഞിട്ട് പോവുള്ളൂ. ഇപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഞാൻ ചട്ടി ചൂടാവുന്നതിൻ്റെ മുന്നേ തന്നെ എണ്ണ ഒഴിച്ച്, അതുകൊണ്ടാണ് അങ്ങനെ. ഞാനെപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറ്, എനിക്ക് ക്ഷമയില്ല. അപ്പോൾ ചട്ടി ചൂടായി, എണ്ണ അങ്ങനെ ചെറുതായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവ അങ്ങനെ ചെറുതായി, എണ്ണ അധികം ചൂടില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ഉലുവ പൊട്ടാത്തത്. എണ്ണ നല്ല ചൂടായിട്ടാണ് ഉലുവൊക്കെ ഇടുക. എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ നമ്മൾ ഉലുവ ഇങ്ങനെ കിറുകിറിങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഏലക്കായ, പട്ട, ഗ്രാമ്പു ഒരു 4-5 പീസ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ മേടിച്ചിട്ട് വേണം. അപ്പോൾ ഉള്ളത് ഞാൻ ഇട്ട് കൊടുത്തതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതിങ്ങനെ നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായി ചെറുതായിട്ട് അരിയണം, കുനുകുന അരിഞ്ഞിട്ട് വേണം നമ്മൾ സവാള അതിലിട്ട് കൊടുക്കാനും. അങ്ങനെ സവാള വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം. ആ ടൈമിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് വഴറ്റി വരണം കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് വിഷമമൊന്നും ആവില്ല. അപ്പോൾ നമ്മൾ സവാള അങ്ങനെ ചൂടായി വഴറ്റി വരുന്നുണ്ട്. അങ്ങനെ വഴറ്റി നന്നായിട്ട് കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ വേറെ എന്തൊക്കെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്, നാട്ടിൽ നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ മഴയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പട്ട, എന്താ പറയുക, ലീഫുണ്ടല്ലോ, കറുവപ്പട്ടയുടെ ഇല എന്നൊക്കെ പറയില്ലേ, ആ സംഭവം 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നതാണ്. പിന്നെ നമുക്ക് ഈ ചിക്കൻ പാർട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേറൊരു പാൻ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് ഇടണം. ഒരു ചിക്കൻ്റെ സംഭവം മുറിക്കാൻ വിട്ടുപോയതാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ തന്നെ ആദ്യം അതാണ് കണ്ടത്. ഇത് നന്നായിട്ട് എന്താ പറയുക, ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴത്തേനും നമുക്ക് അത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് നമ്മൾ സവാള ഒന്ന് റെഡിയാക്കാം. സവാളയ്ക്ക് അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്, ചതച്ച് വെച്ചത്. പിന്നെ നമ്മൾ ബാക്കി വെച്ചൊരു 4 പച്ചമുളക് ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് നന്നായിട്ട് വാടി വരുമ്പം നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊഴിച്ച് കൊടുക്കുക. നമ്മൾ അരച്ച് വെച്ച അപ്പോൾ ബാക്കിയുള്ളതും കൂടിയിട്ട് ആ ജാറിൽ വെള്ളം ഒഴിച്ചാൽ നമുക്കത് ഇതിലൊഴിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ചിക്കൻ പാർട്സ് ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ, കരിഞ്ഞു പോവാതെ. അപ്പം നമ്മളെ സവാളയും ഇതൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച പേസ്റ്റ് ഇട്ടത് കൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും, അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. പിന്നെ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക, 2 ടീസ്പൂണ്. പിന്നെ എരിവിനനുസരിച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ എപ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതൽ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്, അതൊരു 4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്പൂണ് കണക്കല്ല, ഞാൻ എൻ്റെ ഒരു ഏകദേശം അളവിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യാറ്. അതിന് ഞാൻ സ്പൂണൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി വേവാൻ വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ പാർട്സ് ഫ്രൈ ആയത് ഒന്ന് മാറ്റി വെക്കാം.
അപ്പം എൻ്റെ മക്കളെ അത് നമ്മൾ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പൊട്ടിത്തെറിക്കും, അത് നോക്കണം. എൻ്റെ കൈമക്കൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനും. നമ്മളെ മസാല ഇവിടെ അടിപൊളിയായിട്ട് നല്ല സ്മെല്ലോട് കൂടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി ചെയ്തതിൻ്റെ ശേഷം നമ്മളെ ചിക്കൻ പാർട്സ് ഫ്രൈ ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മസാലയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്തിരി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നന്നായി ഇളക്കി നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിവിടെ ഞാൻ കുരുമുളക് പൊടിച്ചതാണ്, അതാണ് ഇത്ര ചെറിയ ഒരു കഷ്ണങ്ങളൊക്കെ അതിൽ കാണാനുണ്ട്, ചതച്ചതുപോലെ. അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്ത കുരുമുളകാണ്, നല്ല നാടൻ കുരുമുളകാണത്. പിന്നെ ഇതിലേക്ക് തക്കാളി നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ച തക്കാളി ലാസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവാൻ വയ്ക്കുക. അപ്പോൾ ഇതിവിടെ അടിപൊളി സ്മെല്ലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് പുതിനൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അത് തീർന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യുമ്പോൾ പിന്നെ അതൊന്നും കിട്ടിയില്ല എനിക്ക്. അങ്ങനെ എല്ലാം ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന് അടച്ച് വേവിച്ചിട്ട് ഇതാ അടിപൊളി മക്കളെ, അടിപൊളി ചിക്കൻ പാർട്സ് കറി. ഇത് നല്ല ടേസ്റ്റാണ്.